ഭയങ്കരമായൊരു ക്ഷീണമാണ് ഉണ്ടാക്കിയത്. കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിന് ഇന്ത്യയിൽ വന്നത് ഇറക്കി, അത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നു ഇത് മാറ്റാൻ, അതായത് ഹാങ്ങറിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതുമാത്രമല്ല അവർക്ക് എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായി ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടൊരവസ്ഥ തന്നെയാണ്. കാരണം ഇത് പൊളിച്ചടുക്കി കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനക്ഷതം തന്നെയാണ്. ലോകരാജ്യങ്ങൾ ഉറ്റു നോക്കുമ്പോൾ തന്നെ അതൊരു വളരെ മോശം പ്രവണതയായിട്ട് തന്നെ കാണും. അതായത് ഇവർ വേറൊരു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ വിമാനങ്ങൾ പല രാജ്യങ്ങൾക്കും വിൽക്കുന്നുണ്ട്, ഇന്ത്യക്ക് തരാന്നൊക്കെ പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും വേണ്ടാന്ന് വെച്ചാൽ നന്നായി. ഈ F-35 കച്ചവടത്തെ ഇത് ബാധിക്കും. സ്വാഭാവികമായിട്ടും ഒരു ചരക്ക് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കേടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം അതിന്റെ സെയിം സാധനം അപ്പുറത്ത് പണിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുക വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇവിടെ ലാഭം ആത്യന്തികമായിട്ട് റഷ്യക്കാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് വാങ്ങി വെച്ച ഗുണമുണ്ട്. എയർ ഇന്ത്യയുടെ പല പാർട്സും ഇടയ്ക്കിടയ്ക്ക് ചീത്തയാവുന്നുണ്ട്. അപ്പോൾ അത് മറ്റേ നമ്മളെ ബൈക്കൊക്കെ കേടാവുമ്പോൾ നമ്മൾ കുറച്ച് പഴകിയ ബൈക്കാണെങ്കിൽ നമ്മൾ പുതിയ സാധനം വാങ്ങിച്ചിടാൻ നിൽക്കത്തില്ലല്ലോ, നേരെ സെക്കൻഡ് ഹാൻഡ് വാങ്ങും. അപ്പോൾ അതുപോലെ വാങ്ങിച്ചിടാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇവര് ഇത് സ്ക്രൂ ഒക്കെ ഇളക്കി അഴിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇതിനെ എടുത്തുകൊണ്ട് ഓടി മോഹൻ രക്ഷിച്ചാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ബ്രിട്ടൻ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.